ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു നാട്ടിലേക്ക്, സ്വിറ്റ്സർലാൻഡിലെ ഒരു ഗ്രാമത്തിലേക്ക് പോകാമെന്നാട്ടോ പറഞ്ഞ്. ഞാൻ താമസിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വീട്ടിലാട്ടോ നമ്മൾ താമസിക്കാൻ പോകുന്ന വീടാണ്. അപ്പോൾ അവരങ്ങനെ നമ്മളെ അവരാരും അങ്ങനെ അവരുടെ ഓണറൊന്നും അവിടെ താമസിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മളോട് പറഞ്ഞു അതിനകത്ത് 2-3 റൂമുണ്ട്. അതിലൊരു റൂമിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ കയറി താമസിച്ചു. നമ്മൾ ഓൺലൈനായിട്ട് പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ കണ്ടീഷൻസൊക്കെ അവിടെ എഴുതിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വീട്ടിലേക്ക് താമസിക്കാൻ പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടുത്തെ വിശേഷങ്ങൾ മാത്രം കേട്ടോ. അവിടെ നമ്മൾ ചെല്ലുക, ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, കിടന്നുറങ്ങുക, അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഈ വീട്ടിലാട്ടോ നമ്മൾ താമസിക്കാൻ പോകുന്നത്. ഏട്ടനാട്ടോ അവിടെ നിൽക്കുന്നത് കേട്ടോ. 2ാമത്തെ നിലയിലാണ്. നമുക്ക് അതിൻ്റെ മുകളിലും ഉണ്ട്, നമുക്ക് ആ നിലയിലായിരുന്നു നമ്മുടെ റൂമും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇവിടുന്ന് തന്നെ തനി ഗ്രാമം കേട്ടോ. അപ്പോൾ ഇത് ദൂരെ നോക്കുമ്പോൾ നല്ല പച്ചപ്പും ഒക്കെ. ഇപ്പം നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ നമുക്കൊന്നും തോന്നില്ലെങ്കിലും ദൂരെ നല്ല പച്ചപ്പും മലയൊക്കെ കേട്ടോ. അപ്പോൾ ആ വീടിൻ്റെ താഴെ തന്നെ ഒരു ഗ്രേപ്പിൻ്റെ ഒരു തോട്ടമൊന്നുമില്ല, ഗ്രേപ്പ് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. നിറച്ച് ഗ്രേപ്സ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഈ മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ രീതി എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് എനിക്കത് പറിച്ച് കഴിക്കാനൊക്കെ കുറച്ച് പേടി തോന്നി. അവിടെ തന്നെ ആപ്പിളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമുക്ക് കിട്ടിയ റൂമും കാര്യങ്ങളും. റൂം കുഞ്ഞു റൂമാണ് കേട്ടോ. എന്നാൽ നമുക്ക് കുഴപ്പമില്ല, കറക്റ്റ് നമുക്ക് പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു റൂം. പിന്നെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടൊരു സെറ്റപ്പും ഒക്കെ. ഇതാണ് വെളിയിലേക്കുള്ള വ്യൂ, നമ്മുടെ റൂമിൻ്റെ വെളിയിലേക്കുള്ള വ്യൂ ഇതാട്ടോ വരുന്നത്. ഗ്രേപ്സും കാര്യങ്ങളും. ഇത് വേറെ ആരുടെ വീടൊക്കെ ആട്ടോ. അപ്പം റോസ്മേരിയും ടൊമാറ്റോ, കോളിഫ്ലവർ ഏതാണ്ടൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കിച്ചണും കാര്യങ്ങളൊക്കെ. ഇത് കോമൺ ആട്ടോ ഈ കിച്ചണും ഒക്കെ. എന്നുവെച്ചാൽ വേറെ ആൾക്കാരും ആ വീട്ടിൽ താമസിക്കുന്നുണ്ട്, പേയിങ് ഗസ്റ്റ് പോലെയാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇവിടെ വേറെ ആൾക്കാരും അപ്പുറത്തപ്പുറത്ത് റൂമിൽ താമസിക്കുന്നത്. അതുപോലെ ടോയ്ലറ്റും കോമൺ ആണ്. പക്ഷേ നമുക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടോ വൃത്തിയോടോ ഒന്നുമില്ല. ഭയങ്കര ക്ലീനും കാര്യങ്ങളും ഒക്കെ ആട്ടോ. നമ്മൾ ഈവനിങ് ആട്ടോ വന്നപ്പോൾ ഇന്ന് നേരെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് റെസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ. അപ്പം നമ്മളെ ടേസ്റ്റി നിബിൾസിൻ്റെ പാക്കറ്റ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഡി ടു കുക്ക്. ഇവിടെ കെറ്റിലുണ്ട്, നമ്മൾ കെറ്റിലല്ലാതെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കെറ്റിൽ ഉപയോഗിക്കാം. പാത്രം നമ്മൾ കൊണ്ടുവന്നു, പക്ഷേ അവർക്ക് പാത്രം നമുക്ക് ഇഷ്ടംപോലെ കൊണ്ടുവന്നു. നമ്മൾ പക്ഷെ നമ്മൾ തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്നുമില്ല. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണി. വേറെയും ഉണ്ട്, നമ്മുടെ നാടൻ ഫുഡൊക്കെ ഇരിപ്പുണ്ട്. ഓരോ ദിവസമായിട്ട് ഓരോന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഇത് ടൊമാറ്റോ റൈസ്, ചിക്കൻ ബിരിയാണി, സോയ കോക്കനട്ട് ഫ്രൈ. ഇത് മൂന്നൂടെ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കെറ്റിൽ വെള്ളം ഉണ്ടല്ലോ. കെറ്റിൽ വെള്ളം ചൂടാകട്ടെ. ഇതിനകത്ത് ഇങ്ങനെ പാക്കറ്റ് ഉണ്ട്. അത് ചൂടുവെള്ളത്തിലോട്ട് ഒരു 5 മിനിറ്റ് 3 to 5 മിനിറ്റ്സ് ഇറക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് എന്നിട്ട് പൊടിച്ച് കഴിക്കാം. ഞാനിതിപ്പോൾ ഒരു അവിയൽ നേരത്തെ കഴിച്ചിട്ട് നോക്കി, നല്ലതാട്ടോ. നമ്മുടെ നോർമൽ അവിയലൊക്കെ പോലെ. ശരിക്കും ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാത്രത്തിൽ നല്ലതായിട്ട് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനകത്തിലേക്ക് ഈ പാക്കറ്റ് ഇട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 to 10 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ റെഡി ആയിട്ട് കിട്ടും. പക്ഷെ നമ്മൾക്ക് അറിയില്ലല്ലോ ഇവിടെ നിൽക്കുന്നിടത്തിലോ പാത്രമോ ഗ്യാസോ ഒക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കെറ്റിൽ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കെറ്റിലുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്തു കിട്ടും. അപ്പോൾ കെറ്റിലിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ. പക്ഷേ ഇവിടെ ഗ്യാസും പാത്രവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ അങ്ങ് ചെയ്തു കിട്ടും. എനിക്ക് ചൂടാമോളെ എടുക്കാൻ പറ്റുമോ നോക്കൂ. പറ്റുമോ? ഇങ്ങനെ കെറ്റിൽ ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏറ്റവും നല്ലത് തന്നെ ഒരു വലിയ പാത്രം എടുത്തു കഴിഞ്ഞാൽ ആ പാത്രത്തിന് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ സ്വിറ്റ്സർലാൻഡ് ആയതുകൊണ്ട് ഫുഡിനൊക്കെ ഭയങ്കര എക്സ്പെൻസാണ് കേട്ടോ. പിന്നെ ബ്രെഡൊക്കെയാണ് കൂടുതലും ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ടാട്ടോ നമ്മൾ ഫുഡ് ഇങ്ങനെ കരുതിയത്. ഇവിടെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുഡ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഫുഡിനൊക്കെ നല്ല എക്സ്പെൻസീവാണ് പൊതുവെ എല്ലാത്തിനും. അപ്പം അതുകൊണ്ടാട്ടോ നമ്മളിങ്ങനെ ഫുഡ് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും വെജിറ്റബിൾസോ ഒക്കെ മേടിച്ച് ഇവിടെ കുക്ക് ചെയ്യാം. അപ്പോൾ ഞങ്ങളെന്തായാലും 2 days ഉണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഫുഡ് ഇരിപ്പുണ്ട്. ഞങ്ങളെന്തായാലും മേടിച്ച് കുക്ക് ചെയ്യുന്നില്ല. ഇവിടെ വേറെ ആൾക്കാരും താമസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഒക്കെ കുക്ക് ചെയ്ത് കഴിക്കുന്നവരുണ്ട്. ഇതൊരു റൂമാണ്. ഇവിടെ ആരും ഉണ്ട്. ഇവിടെ ഒരു റൂമാണ്. നമ്മുടെ റൂം അങ്ങേ അറ്റമാണ്. പിന്നെ കോമൺ ആയിട്ട് ടോയ്ലറ്റ്, കിച്ചണും കോമണാണ്. നല്ല വൃത്തിയൊക്കെ ഉണ്ട്. റൂം ചെറുതാണേ ഉള്ളൂ, കുറച്ച് ചെറുതാണ്, അത്രേ ഉള്ളൂ. പക്ഷെ ആവശ്യത്തിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. എടുക്കാം.
എന്ത് ചിക്കൻ ബിരിയാണി? എല്ലാം മുളകോട്ട് ചെറിയൊന്നും കരുതിയിട്ടില്ല, ഇച്ചിരി ഉള്ളു. കഴിയുമോ? എന്തുണ്ടോ? ഗ്രേവി ഉണ്ട്, പിടിച്ച കൈകൊണ്ടിരുന്നോ. ചിക്കൻ ബിരിയാണി നല്ല മണമുണ്ട്, ടേസ്റ്റ് അറിയത്തില്ല. ഇത് ടൊമാറ്റോ റൈസ് അല്ലേ? ഇതിനകത്ത് തന്നെ ഞാനിത് ഇടാം. അതിനകത്തിട്ടാ നിന്റെ തന്നെ മണം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈവ് റിവ്യൂ. എങ്ങനെയുണ്ട്? സോയ സൂപ്പറാ, പക്ഷേ നല്ല എരിവുണ്ട്. റൈസ് ഞാൻ കഴിച്ചില്ല. തീരെ മോശമില്ല, കൊള്ളാം. ഭയങ്കര ടേസ്റ്റ് എന്ന് പറയുന്നില്ല റൈസിന്, എന്നാൽ തീരെ മോശമല്ല, കുഴപ്പമില്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഒരു പൊടിക്ക് എരിവ് കൂടിയെന്നേ ഉള്ളൂ. കൊള്ളാം. എങ്ങനെയുണ്ട്? തീരെ മോശമല്ല, നല്ല ഫുഡല്ലേ. അത്യാവശ്യം ഇങ്ങനത്തെ സർവീസിനൊക്കെ നമുക്ക് ഓക്കെ. അപ്പോൾ നമുക്ക് ബാക്കി കഴിച്ചിട്ട് കാണാം. തലേദിവസം ഫുഡൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ നേരത്തെ എണീച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ. രാത്രിയാകുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അങ്ങനെ എനിക്ക് പനിയില്ല, മൂക്കൊലിപ്പും ഒക്കെ ആയിട്ട് തുമ്മലായിരുന്നു, മെയിനായിട്ട് തുമ്മലായിരുന്നു എനിക്ക് കേട്ടോ രാവിലെ തൊട്ടേ. അപ്പോൾ ഞാൻ എത്തി നോക്കുന്ന അപ്പുറത്ത് നല്ല പശുവിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ അത് എവിടെ പശുക്കളുണ്ടോ എന്ന് നോക്കിയതാണ്. അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ബന്നും ബട്ടറും അതുപോലെ ന്യൂട്രലൊക്കെ ഉണ്ടായിരുന്നേ, അതൊക്കെ കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ ഫുഡ് മിസ് ചെയ്യും കേട്ടോ. അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ വെച്ചാൽ മതി. ഫുള്ള് വെക്ക്. ബട്ടറല്ല, ചീസാ. ഫുള്ള് കഴിച്ച ഓരോ പൊസിഷനിൽ ഹാർഡ് ടൈപ്പ് ഓഫ് അത് മെൽറ്റ് ആവും അതിനകത്ത് വെക്കുമ്പോൾ, അതാ ഞാൻ പറയാൻ നോക്കാം. മെൽറ്റ് ആവും, ഞാൻ ഓരോ പൊസിഷനിലോട്ട് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് വൺ ഇസ് റെഡി. അത് നീ നിൻ്റെ ബ്രെഡ് പുരട്ടിക്കോ. മറ്റേത് വെച്ചാലോ, ലുക്ക് മാർക്കിൻ്റെ അതിനകത്തിൽ ഞാൻ എടുത്തുണ്ട്. അത് സ്പൂൺ കൊണ്ട് വെച്ചാൽ മതി. രണ്ട് മൂന്നെണ്ണം എടുക്കണ്ടായിരുന്നു അതല്ലേ. അതിൻ്റെ പകുതി നീ കഴിക്കണം. പിന്നെ കുറച്ച് റസ്ക് ഇരിപ്പുണ്ട്, പിന്നെ എന്തോ ഓറഞ്ച് ഇരിപ്പുണ്ട്, ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്. അത് ടിഷ്യൂൻ്റെ അവിടോട്ട് പോകും. കയറ്റി വെക്കും. അത് കൂട്ട് അങ്ങനെയല്ല, പ്ലേറ്റിൽ അത് വെക്ക്. ചൂടാക്ക്, രസമാണ്. ചൂടാക്ക്, രസമാണ്. അടയ്ക്ക്. സ്റ്റാർട്ട് ഞെക്ക്. കഴിച്ചു.
മുഖത്ത് ഒരുപാട് എക്സ്പ്രഷൻ ഇതൊക്കെ നല്ല ബോറായിട്ടുണ്ട്. വേണ്ട, എന്നെ കാണിക്കണ്ട. അല്ലാതെ കഴിക്കുമ്പോൾ കുഴപ്പമില്ല, വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അങ്ങ് ആക്ഷൻസ് ഇടുകയും ചെയ്തു പോലെ. അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ കണ്ട ഞങ്ങളുടെ സ്റ്റണ്ട് കേട്ടോ, ഇങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സ്റ്റണ്ടുകൾ. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ എന്നെ എപ്പോഴും ഇങ്ങനെ ഫേസ് വെച്ച് ഓരോ കോപ്രായം കാണിക്കേ. അതുകൊണ്ട് ഈ വട്ടം ഞാൻ അത് കളയണ്ടെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഇട്ടേ. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇവിടെ ഈ വില്ലേജ് ആയതുകൊണ്ട് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണല്ലോ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ബസ്സാണുള്ളത്. ബസ് ടൈമിങ്ങിന് മാത്രമേ ഉള്ളൂ കേട്ടോ ബസ്. എപ്പോഴും ഒന്നും ബസ്സില്ല, ഒരു പ്രത്യേകം ടൈമിങ്ങിൽ ബസ്. അത് ചിലപ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞാൽ ബസ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു വളരെ കുറച്ച് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. പക്ഷേ ആ പോകുന്ന വഴിയിലൊക്കെ ഫുള്ള് കൃഷിയാണ് കേട്ടോ. കൃഷി എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ ഫ്രണ്ടിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ക്യാബേജ്, കോളിഫ്ലവർ, തക്കാളി, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കൃഷികളും കാര്യങ്ങളും, പിന്നെ ഒരുപാട് ചെടികളും ഒക്കെ കേട്ടോ. അത് ആപ്പിളൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ഒരു മലയുടെ മുകളിലോട്ടാട്ടോ പോകുന്നത്. ടിറ്റ്ലീസ് മൗണ്ടനിലേക്കാട്ടോ പോകുന്നത്. ഫുള്ള് മഞ്ഞ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാട്ടോ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബായ്.